ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോണിയുടെ ഒരു 32 ഇഞ്ച് ടി വി ആണ്. അത് ഡെഡായിരുന്നു, ഓണാവുന്നില്ലായിരുന്നു. പിന്നെ അത് എന്തുകൊണ്ടാണ് ഡെഡായി പോയെന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പം അത് കുറേ നേരം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് സ്റ്റാൻഡ് ബൈയിലേക്ക് ആ സെറ്റ് പോകുന്നുണ്ട്. ആ ഒരു പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നോക്കി അതിൻ്റെ കംപ്ലൈൻറ്റ് തീർക്കാൻ പോകുന്ന രംഗമാണ് ഈ കാണുന്നത്. അതിൻ്റെ എല്ലാ സ്ക്രൂകളും എടുക്കുകയാണ്, അഴിക്കുകയാണ്. സ്ക്രൂകളെല്ലാം അഴിച്ചു. പിന്നെ നമ്മൾ ആ സെറ്റ് ഓണാക്കി നമ്മൾ സെറ്റ് കുറേ നേരം ഇട്ട് കഴിയുമ്പോൾ സെറ്റ് സ്റ്റാൻഡ് ബൈയിലേക്ക് വന്നു. ഗ്രീൻ ലൈറ്റ് കെട്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം വീണ്ടും സോണിയിൽ നിന്ന് എഴുതി വരുന്നു, വീണ്ടും ഗ്രീൻ ലൈറ്റ് കെട്ടുപോകുന്നു. പിക്ചർ വരുമ്പോൾ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. ഇത് ഗ്രാജുവലായിട്ട് പതുക്കെ ഉണ്ടാകുന്ന ഒരു കംപ്ലൈൻ്റാണ്. വീണ്ടും സോണിയിൽ നിന്ന് എഴുതി വന്നു. അതിനുശേഷം ഇത് പോകുന്നു, ഗ്രീൻ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരിക്കും ഇത് പ്രൊട്ടക്ഷനിൽ പോകേണ്ട സമയമൊക്കെ കഴിഞ്ഞതാണ്. എന്നാലും ചില സമയങ്ങളിൽ ഇത് പ്രൊട്ടക്ഷനിൽ പോകുന്നില്ല. ഇത് തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മളത് ശരിക്കും ഒബ്സർവ് ചെയ്യണം. പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഓഫായി പോകാം. മദർ ബോർഡിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടുപോകാം, പാനലിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടുപോകാം, ബാക്ക് ലൈറ്റിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടുപോകാം. ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് വേണം വർക്കിലേക്ക് ഇറങ്ങാൻ. ചാടിക്കയറി ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഇത് തന്നെ കയറി ചെയ്യരുത്. ഏതാണ്ട് ഇപ്പം റെഡ് ലൈറ്റിലേക്ക് വന്നു. അപ്പോൾ അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഗ്യാപ്പ് വരും, അതിന് വീണ്ടും ബ്ലിങ്ക് ചെയ്യും. ഇതാണ് ഈ സെറ്റിൻ്റെ കംപ്ലയിൻറ്റ്. വീണ്ടും നമ്മൾ റീസെറ്റ് ചെയ്തെല്ലാം നമ്മൾ ഓൺ ചെയ്യുവാണെങ്കിൽ സെറ്റ് വീണ്ടും കുറച്ച് നേരത്തേന് വർക്ക് ചെയ്യും. അപ്പോൾ ഞാനിതിൻ്റെ പല കാരണങ്ങൾ കൊണ്ടും തെളിഞ്ഞു വരുമ്പോഴുള്ള ആ ലൈറ്റിൻ്റെ ഇതും അതിൻ്റെ ബ്ലിങ്കിങ് ടൈമും എല്ലാം കൂടെ വെച്ച് നമ്മളൊരു തീരുമാനത്തിലെത്തി. അതിൻ്റെ ബാക്ക് ലൈറ്റ് ഇതിൻ്റെ സ്പീക്കറാണ്, തീരുമാനം അത് മദർ ബോർഡാണ്. അതുകൊണ്ട് ഞാൻ ആ സെറ്റ് അഴിക്കും. പിന്നെ പാനലോട്ട് കൊടുത്തിരിക്കുന്ന കണക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. മീഡിയടെക്കിൻ്റെ മദർ ബോർഡാണ്, നല്ല മദർ ബോർഡാണത്. മദർ ബോർഡൊന്നും അങ്ങനെ സാറിന് കംപ്ലയിൻറ്റ് വരാറില്ല. ഈ ബാക്ക് ലൈറ്റ് LED ഒക്കെ പോകുമെന്ന് പറഞ്ഞാൽ അതിനൊരു ലൈഫുണ്ട്. 3-4 വർഷം കഴിയുമ്പോൾ അത് എന്നാണേലും പോവും. അത് ഫുൾ ടൈം ഓണായി നിൽക്കുന്ന, ബേൺ ചെയ്ത് നിൽക്കുന്ന സാധനമായതുകൊണ്ട് അതിനൊരു ലൈഫുണ്ട്. നമുക്കറിയാമല്ലോ, വീട്ടിൽ നമ്മൾ കത്തുന്ന LED ലൈറ്റിനാണേലും സകല സാധനത്തിനും ബൾബുകൾക്കെല്ലാം ഒരു ശരിക്കും ഒരു ഐസുണ്ട്. ആ ഐസിലേക്ക് എത്തുമ്പോൾ ഇത് പോവും. പിന്നെ നമ്മൾ ഇനിയിപ്പം അഴിച്ചു മാറ്റുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പാനലൊക്കെ അതിൻ്റെ ഇടയിൽ ഇതൊരു കാര്യം പറഞ്ഞുപോയി. ഇത് സ്കൂട്ടറിന് സൈക്കിളിനൊക്കെ ഉപയോഗിക്കുന്ന കൊണ്ട് ബാറ്ററിയാണ്. നമ്മളത് ഉണ്ടാക്കി വെച്ച് അതിൻ്റെ ലോഡ് കൊടുത്തിട്ടിരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണിച്ചത്. അത് 48 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. 48 വോൾട്ടിന് നമ്മൾ 24 വോൾട്ടിന് 2 ബൾബ് സീരീസ് ചെയ്ത് ലോഡ് കൊടുത്തിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അത് നമ്മൾ വർക്കിനിടയിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. അത് ലോഡ് എടുക്കുന്നില്ലെന്നുള്ള കംപ്ലയിൻറ്റിന് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ എനിക്ക് അയച്ചു തന്നതാണ്. ഒന്നെങ്കിൽ ഇത് റിപ്പയർ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പുതിയത് ഉണ്ടാക്കി പുള്ളിക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഡ് കൊടുത്ത് ഞാൻ ഇട്ടിരിക്കുന്നതാണ്. എത്ര നേരത്തേനത് നിൽക്കുമെന്നറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ TV നമ്മൾ അഴിക്കുകയാണ്, ജിൻസിയാണ് അഴിക്കുന്നത്. സ്ക്രൂ അഴിക്കാനും മറ്റു കാര്യങ്ങളും ക്ലീനിങ്ങും സർവീസിലും എല്ലാം എന്നെ സഹായിക്കാറുണ്ട്. അഴിച്ചെടുത്ത് നമുക്ക് സെറ്റിൻ്റെ ബോർഡും കാര്യങ്ങളെല്ലാം ഫുള്ളെടുത്ത് മാറ്റിയതിന് ശേഷം വേണം ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ലോക്കാണ്, ഇത് ലോക്ക് സിസ്റ്റമാണ്. ഫ്രണ്ടിലത്തെ ലോക്ക് അഴിക്കാൻ. ലോക്ക് അഴിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. വളരെ കനക്കുറവാണ് ഇപ്പോഴത്തെ പുതിയ പാനലിനെല്ലാം. കാരണം പുതിയ ടെക്നോളജി അനുസരിച്ച് നമുക്ക് ഈ ഇലക്ട്രോണിക്സ് വേസ്റ്റായിട്ട് ഭൂമിയിൽ ഈ ഡിസ്പ്ലേകളൊന്നും കിടക്കാൻ പാടില്ല. എല്ലാം പൊട്ടിപ്പോണം. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ആ രീതിയിലാണ് ഇപ്പോഴത്തെ ഡിസ്പ്ലേകളൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ എത്ര വില കൊടുത്ത് മേടിക്കുന്ന TV 65 ഇഞ്ച് ആയിക്കോട്ടെ, 85 ഇഞ്ച് ആയിക്കോട്ടെ, ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് എല്ലാം ഇഞ്ച് കൂടിയതാണല്ലോ മേടിക്കുന്നത്. കണ്ടമാനം ഇഞ്ച് കൂടിയത് മേടിക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം നമ്മുടെ റൂമിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം നമ്മൾ മേടിക്കാൻ. നോർമലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100-150 സ്ക്വയർ ഫീറ്റ്, ഒരു 150 അടി, 100 അടി അല്ല, ഒരു 10 അടി 15 അടിയൊക്കെ
അകന്നിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് 32 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. അതിന് മുകളിലേക്ക് ഇരുന്ന് കാണുന്നവർക്കൊക്കെ 43 ഇഞ്ചും 53 ഇഞ്ച് 50 ഇഞ്ചും 60 ഇഞ്ചും 70 ഇഞ്ചും 80 ഇഞ്ച് അങ്ങനെ 100 ഇഞ്ച് വരെയൊക്കെ ഇപ്പോൾ ടി വി ഉണ്ട്. ഒത്തിരി വലിയ ടി വി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ ചെറുതാണെങ്കിൽ നമുക്ക് ഈ ടി വിയിലേക്ക് പടം നോക്കുമ്പോൾ തിയേറ്ററിൽ പോയിരുന്ന് ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്ന് സിനിമ കാണുന്ന ഫീലുണ്ടാവും. ആൾക്കാർ വിചാരിച്ചിരിക്കുന്ന ടി വിയുടെ വലുപ്പം കൂടുന്നതനുസരിച്ച് ഭയങ്കരമായിട്ട് നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്യുമെന്നാണ്. പക്ഷേ ശരിക്കും ആക്ച്വലി നമ്മുടെ റൂമിൻ്റെ വലുപ്പം അനുസരിച്ച് അതിൻ്റെ ഡയമെൻഷൻ അനുസരിച്ച് എത്ര പേരിരുന്ന് കാണുന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതിന് ശേഷം വേണം നമ്മളൊരു ടി വി പർച്ചേസ് ചെയ്യാൻ. ശരിക്കും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇനി അടുത്ത ഒരു നല്ല ടി വി വില കൊടുത്ത് മേടിക്കുന്നുണ്ടെങ്കിൽ OLED ടി വി മാത്രമേ വാങ്ങാവുള്ളൂ. ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അപ്പോൾ സെൽഫായിട്ട് വീഡിയോ ആയിട്ട് വരാൻ പറ്റുന്ന കഴിവുള്ള LED-കളാണ്. ഇതൊക്കെ ശരിക്കും LED ഒന്നും അന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ശരിക്കും LCD ടി വി തന്നെയാണ്. LED ടി വി എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്നുള്ളതേ ഉള്ളൂ. ആകെ LED ആയിട്ട് ഇതിനകത്തുള്ളത് ഇതിൻ്റെ ബാക്ക് ലൈറ്റ് മാത്രമേ ഉള്ളൂ, കത്താൻ ഉപയോഗിക്കുന്ന ലൈറ്റ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ മാറാൻ ലക്ഷ്യമിട്ട് വരുന്നത്. ഈ പാനൽ ഇതുവരെ അഴിച്ചിട്ടുള്ളതൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ സീലെല്ലാം കറക്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ മദർ ബോർഡ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ സ്പീക്കർ എല്ലാ സാധനവും മാറ്റി വെച്ചതിന് ശേഷം വേണം, വളരെ സൂക്ഷിച്ച് വേണം ഇതിൻ്റെ നമ്മൾ ഫ്രണ്ടിലത്തെ പാനലിൻ്റെ ലോക്ക് അഴിച്ചെടുക്കാൻ. ഫുൾ ലോക്കാണ്, സ്ക്രൂ ഒന്നുമല്ല. അപ്പോൾ ലോക്ക് എടുക്കുമ്പോൾ ലോക്ക് ഒടിഞ്ഞു പോകാതെയും കൂടുതൽ പ്രഷർ കൊടുത്ത് അതിനകത്തിരിക്കുന്ന പാനലിന് കുഴപ്പം വരാതെയും എല്ലാം നോക്കണം. അതിനായിട്ട് നമ്മളെല്ലാ സ്ക്രൂകളും തന്നെ അഴിച്ചൊന്ന് ഉറപ്പ് വരുത്തണം. സ്ക്രൂകളൊക്കെ പലതും അഴിക്കാതെയൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹൈലി റിസ്ക്കാണ്. പഴയ പാനലുകളൊക്കെ കുറച്ചുകൂടെ കട്ടിയുള്ളതും ബലമുള്ളതൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ പാനൽ സൂക്ഷിച്ചും കണ്ടും ചെയ്തില്ലേ പണി കിട്ടും, മുഴുവൻ പൈസയും പോവും. പിന്നെ ടി വി ആക്രിക്ക് കൊടുക്കാനേ ഉള്ളൂ. പാനൽ പോയ ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആക്രിക്കാരന് പോലും വേണ്ട, ഒരു 200 രൂപ പോലും കിട്ടാത്ത, അല്ലെങ്കിൽ ഒരു 150 രൂപ പോലും കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇതിൻ്റെ ബോർഡ് എടുത്ത് ഉപയോഗിക്കാനോ ഒന്നും കൊള്ളുകയില്ല. കാരണം ആ ടെക്നോളജി ഓരോ വർഷം കഴിയും തോറും അഡ്വാൻസ്ഡ് സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബോർഡിൻ്റെ ടെക്നോളജിയിലുള്ള സെറ്റൊന്നും കാണാനൊന്നും ആരുമില്ല. ആരും അതൊന്ന് നന്നാക്കുമ്പോൾ ഇത്ര റേറ്റ് കൂടുതൽ പറയുമ്പോഴത്തേക്കും നന്നാക്കണ്ടെന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഈ സർവീസ് ഫീൽഡിലുണ്ട്. എന്താണെങ്കിലും സോണി പോലുള്ള ഒരു ബ്രാൻഡ് ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ തീർത്ത് നമുക്കത് ഉപയോഗിക്കുന്നതായിരിക്കും ലാഭകരമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ പുതിയ ടി വിയൊക്കെ മേടിക്കുന്നത് 30,000 രൂപ അടുത്തോളം സോണിയൊക്കെ വേണേൽ വില വരും. അപ്പം അത്രയും വിലയുള്ള ടി വി ആയതുകൊണ്ട് നമുക്കതൊക്കെ സർവീസ് ചെയ്ത് ഉപയോഗിക്കുന്നത് ലാഭകരമാണ്. അല്ലാതെ ഈ ലോക്കലായിട്ടുള്ള ടി വികളൊക്കെ ആണെങ്കിൽ അതൊക്കെ പാനൽ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമായിട്ട് അവന് കൊടുത്തു വിടുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഈ സാധനം എല്ലാം കൂടെ നമ്മൾ കെട്ടിപ്പിടിഞ്ഞ് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പാനൽ പോകുന്ന മോഡലുകൾക്കെല്ലാം പാനലായിരിക്കും സ്ഥിരമായിട്ട് പോകുന്നത്. ഇപ്പം നമ്മളതിൻ്റെ പാനൽ തുറക്കാൻ പോവാണ്. ലോക്ക് സിസ്റ്റമാണ്. നമ്മൾ ചെറിയ ലോക്ക് അഴിക്കുന്ന ചെറിയ ടൂളുണ്ട്. ആ ടൂൾ വെച്ച് പതുക്കെ നമ്മൾ അഴിച്ചെടുക്കണം. ശ്രദ്ധിച്ചില്ല ലോക്കെല്ലാം ഒടിഞ്ഞു പോകും. ഒടിഞ്ഞു പോയുള്ള കുഴപ്പം അറിയാമല്ലോ. പിന്നെ ഇത് റീഫിക്സ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാതെ വരും. ഇത് റീഫിക്സ് ആയില്ലെങ്കിൽ പാനലിന് ഡാമേജ് വരും, ടി വി തന്നെ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ലോക്ക് അഴിക്കുന്നതും മറ്റു കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ചുമ്മാ ഞാനീ കാണിക്കുന്ന വീഡിയോ കണ്ടുകൊണ്ട് ഇത് അറിയത്തില്ലാത്ത ആൾക്കാരൊക്കെ കയറി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നമുക്ക് പൈസ നഷ്ടം വരുമെന്നും നമ്മുടെ എക്യുപ്മെൻറ്റ് കേടായി പോകുമെന്നും ഓർക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ഒരു ടെക്നീഷ്യനെ വിളിക്കുക. ആ ടെക്നീഷ്യനെ വിളിച്ചിട്ട് അയാളുമായിട്ട് സംസാരിച്ചാൽ അയാൾ വീട്ടിൽ വന്ന് ചെയ്ത് തരുമോ അല്ലെങ്കിൽ കടയിൽ കൊണ്ടു കൊടുത്താൽ റെഡിയാക്കി തരുമോ ചെയ്യും. നമ്മളെ സംബന്ധിച്ച് ആവശ്യത്തിലധികം മാർക്കുണ്ട്. പിന്നെ ആർക്കെങ്കിലും നമ്മൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നമ്മളെ ഫോൺ നമ്പർ ഇട്ടേക്കാം. ആ നമ്പറിൽ വിളിച്ചാൽ മതി.
പാനൽ നമ്മൾ എടുത്ത് മാറ്റി വെക്കണം. അത് ശരിക്കും എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതിന് തീരെ കനം കുറവാണ്, കട്ടി കുറവാണ്. പാനൽ തന്നെയായിട്ട് മാറ്റുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചെറുതായിട്ടൊന്ന് ക്രാക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ ആ പാനൽ നമുക്ക് ഉപയോഗിക്കാനേ പറ്റത്തില്ല, വേസ്റ്റ് കളയാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് എടുത്ത് വെക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ആ പാനലെടുത്ത് വെച്ചിരിക്കുകയാണ്. ബോയിയുടെ പാനലാണ്, നല്ല പാനലാണ്, ഒരുവിധം കട്ടിയുള്ള നല്ല പാനലാണ്, ലാസ്റ്റ് ചെയ്യുന്ന പാനലാണ്. ഇതാണ് ആ പാനലിൻ്റെ സ്കെയിലർ ബോർഡിൻ്റെ വീഡിയോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈയിടെയായിട്ടുള്ള അവസാനം വന്ന മിക്കവാറും ടി വികളിലെല്ലാം തന്നെ ഇതേ പാനൽ തന്നെയാണ് സോണി യൂസ് ചെയ്തിരിക്കുന്നത്. വലിയ കുഴപ്പമില്ല. ഒരു അത്യുഗ്രൻ പാനലെന്നൊന്നും പറയത്തില്ലെങ്കിലും പിക്ചർ ക്വാളിറ്റിയുള്ള ഹാർഡായിട്ടുള്ള സൈഡ് വ്യൂ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, വലിയ കംപ്ലൈൻറ്റുകളില്ലാത്ത ലാസ്റ്റ് ചെയ്യുന്ന ഒരു പാനൽ തന്നെയാണ് ബോയുടെ പാനൽ. അപ്പോൾ പാനൽ അതിൻ്റെ ഷീറ്റുകൾ എല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് LED കവറോടെ മാറ്റിക്കഴിഞ്ഞാൽ LED ലോക്കാണത് മൊത്തം. ആ ലോക്കുകൾ നമ്മൾ ഒരു ട്യൂസർ വെച്ച് ഓരോ ലോക്കായിട്ട് അഴിച്ചഴിച്ച് എടുത്ത് മാറ്റിയെങ്കിൽ മാത്രമേ ആ ഷീറ്റ് നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റുള്ളൂ. അത് പൊക്കിയെടുത്തെങ്കിൽ നമുക്ക് അടിയിലിരിക്കുന്ന LED കാണാനും അതിൻ്റെ വോൾട്ടേജ് നോക്കാനും ഒക്കെ നമുക്ക് പറ്റത്തുള്ളൂ. അതാണിപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധിച്ച് അത് ഊരിയെടുക്കണം. LED സ്ട്രിപ്പ് നമ്മൾ കയ്യിലെടുത്ത് കഴിയുമ്പോൾ കണ്ടോ, ഇതിൽ അതിൻ്റെ സാധാരണ PCB ടൈപ്പാണിത്. അതിൽ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലത്തെ ഡൂമ് ഇളകിപ്പോയിട്ടുണ്ട്. എല്ലാ LED സ്ട്രിപ്പിന് തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് മൊത്തം കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് ശരിക്കും കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഈ LED സ്ട്രിപ്പ് നമ്മൾ ടെസ്റ്റർ വെച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഈ സ്ട്രിപ്പുകളെല്ലാം കത്തുകയും ചെയ്യും. അതാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി തരുന്നത്. പിന്നെ നമുക്കത് പോയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ അതിൻ്റെ വോൾട്ടേജ് വെച്ചാണ് നമ്മൾ സാധാരണ. ഇത് 3 വോൾട്ടിൻ്റെ 8 LED ആണ് ഇതിനകത്തിരിക്കുന്നത്. 3 വോൾട്ടിൻ്റെ 8 LED. അപ്പോൾ അത് നമ്മളങ്ങനെ ചെക്ക് ചെയ്യണം. അപ്പോൾ ചെക്ക് ചെയ്യുമ്പം ശരിക്കും 8 2 16 24 വോൾട്ടാണ് ശരിക്കും ഇത് കാണിക്കേണ്ടത്. 24 വോൾട്ടിൽ കൂടുതൽ കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 24.5 വരെ കാണിക്കാം. അത് നമുക്ക് അതിന് മുകളിൽ ഇത് ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ലൈറ്റെല്ലാം കത്തുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ലൈറ്റ് കത്തുന്നത് കാണുമ്പോൾ അവർക്ക് ഇത് പോയിട്ടില്ല എന്ന് തോന്നും. അങ്ങനെയാണ് ഇത് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല LED ആണെന്ന് തോന്നും. പക്ഷേ അതിൻ്റെ പുറകിലത്തെ ആ ബ്ലാക്ക് സ്പോട്ടും പിന്നെ അത് ബേണായിട്ട്, അതായത് വർക്ക് ചെയ്തിട്ട് അത് ചൂടായിട്ടിരിക്കുന്നതും കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മനസ്സിലാവും. ഇതിപ്പം 2 LED വോൾട്ടേജ് വ്യത്യാസമുണ്ട്. 24 പകരം 26 28 ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹൈ കറണ്ട് എടുക്കുന്നു എന്ന് വേണം നമുക്കതെന്ന് മനസ്സിലാക്കി. ഇതിൻ്റെ ബാക്കിലത്തെ ആ കളർ ചേഞ്ചും ഇതിന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെന്നുള്ളതിന് ഒരു തെളിവായിട്ട് കാണാം. ഓവർ ഹീറ്റ് ആകുമ്പോഴാണല്ലോ
അങ്ങനെ കളർ ചേഞ്ച് ഉണ്ടാകണ്ടേ. അപ്പം അങ്ങനെ ഹീറ്റാകുന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യല, അപ്പോഴത്തേക്കും സെറ്റ് പ്രൊട്ടക്ഷനിൽ പോകും, സെറ്റിൻ്റെ ബോർഡ് അടിച്ചു പോകും. ഇതിപ്പോൾ നമ്മൾ നോക്കി ഇതിൻ്റെ 28.9 വോൾട്ട്, അപ്പോൾ 29 വോൾട്ടോളം അത് കാണിക്കുന്നുണ്ട്. 24 അടുത്ത 27 വോൾട്ട്, അതും 28 പോയിൻറ്റ് സംതിങ് കാണിക്കുന്നുണ്ട്. 28.8 വോൾട്ട് കാണിക്കുന്നുണ്ട്, 29 തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ LED പോയതാണെന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം അത് അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ വോൾട്ടേജ് 24 അല്ല 24.5 വരെ മാക്സിമം വരാവുള്ളൂ. അതിന് മേളിൽ വോൾട്ടേജ് കാണിക്കുമ്പോൾ അതിൻ്റെ കറണ്ട് എടുക്കുന്നുണ്ട്, അത് LED കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് ശരിക്കും. എന്നാൽ ഒരെണ്ണം ഇതുണ്ട്, ഒരെണ്ണം കറക്റ്റ് 25 കാണിക്കുന്നുള്ളൂ. രണ്ടെണ്ണം നല്ലതുപോലെ കംപ്ലൈൻ്റ് ആണ്. 25.2 കാണിക്കുന്നുണ്ട്, എന്നാലും കംപ്ലൈൻ്റ് ആണ്. 24 സംതിങ്ങേ കാണിക്കാവുള്ളൂ. ചെറിയ വ്യത്യാസം പോലും ഇതിൻ്റെ വർക്കിങ്ങിനെ ബാധിക്കും. 25 സംതിങ് അങ്ങനെ ഓരോ പ്രാവശ്യം അളക്കുമ്പോഴും വോൾട്ടേജ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ LED കംപ്ലൈൻറ്റിൻ്റെ ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ ഈ LED ഇടുമ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒറിജിനൽ LED മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒറിജിനലിന് ഇച്ചിരി വില കൂടുതലാണ് എങ്കിലും ഈ TV ഇത്രയും നാൾ വർക്ക് ചെയ്തിടത്തോളം കാലം വീണ്ടും വർക്ക് ചെയ്യണമെങ്കിൽ ഒറിജിനൽ LED ഇടണം. ഇപ്പോൾ പുതിയ ടൈപ്പ് കോപ്പർ കോട്ടിംഗ് ഉള്ള ടൈപ്പ് LED ഇപ്പോൾ അവൈലബിൾ ആണ്. കോപ്പർ കോട്ടിങ് ഉള്ള ടൈപ്പ് ഇപ്പോൾ നമ്മൾ ഒറിജിനൽ എടുത്ത് വരുത്തി വെച്ചിരിക്കുന്നതാണ്. ഇത് കോപ്പർ മൂന്നെണ്ണം വരുന്നുണ്ട്. 2 Aയും 1 Bയും ആണ് ഒരു സെറ്റിനകത്ത് വരുന്നത്. അപ്പം ഈ കോപ്പർ ടൈപ്പ് LEDക്ക് ഇച്ചിരി വില കൂടുതലാണ്. കാരണം അതിൻ്റെ അടിയിൽ ആ PCB പ്ലെയിനായിട്ട് കിടക്കുന്നിടത്ത് ഒരു കോപ്പർ കോട്ടിങ്ങും കൂടെ അതിന് കൊടുത്തിട്ടുണ്ട്. കാരണം ചൂട് കുറച്ചുകൂടെ അബ്സർവ് ചെയ്യാനും കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ആ ടൈപ്പ് LED ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കൂടുതലാണ്, വൈറ്റ് ബാലൻസിങ് വളരെ കറക്റ്റാണ്, നല്ല വൈറ്റ് ആയിരിക്കും, നല്ല ബ്രൈറ്റ് ആയിരിക്കും, പിന്നെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഒരു ബൾബിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഉള്ളൂ, എത്ര നല്ലത് എടുത്താലും ചിലപ്പോൾ പോകാം, എന്നാലും സാധ്യത വളരെ കുറവായിരിക്കും. ഒരെണ്ണം കംപ്ലൈൻറ്റ് വന്നാൽ ഇത് കണ്ടില്ല, അതിൻ്റെ അടിസ്ഥാനം മുഴുവൻ കോപ്പർ കോട്ടിങ്ങുള്ള പഴയ നമ്മളിത് കിടന്നിരുന്നതിന് കോപ്പർ കോട്ടിങ് ഇല്ല, അത് വെറും പ്ലെയിൻ PCB ആണ്. അപ്പം ചൂട് എന്തെങ്കിലും വന്നാൽ PCB ആയതുകൊണ്ട് അത് ബേൺ ചെയ്ത് ഇതുപോലെ കളർ ചേഞ്ച് വന്ന് പെട്ടെന്ന് പോകും. ചൂട് അബ്സർവ് ചെയ്യാനുള്ള ഒരു കഴിവ് പുതിയ LEDക്ക് കൂടുതലാണ്. അപ്പോഴാണ് അതിന് വില വ്യത്യാസം വരുന്നത്. മറ്റേ അത് കൂട്ട് പഴയ ടൈപ്പിനേക്കാളും മോശം സാധനങ്ങളൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നത്. അതൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് നമ്മുടെ മദർ ബോർഡ് അടിച്ചു പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ കംപ്ലൈൻറ്റ് പ്രൊട്ടക്ഷന് 1 മാസം കഴിയുമ്പോൾ ഒരു 6 മാസം പോലും നിൽക്കിയാൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. ഈ ചെയ്യുന്ന ഈ കഷ്ടപ്പാട് മുഴുവൻ നാളെ ഒരു LED കംപ്ലൈൻറ്റ് വന്നാലും നമുക്കുണ്ട് 24.4 വോൾട്ട്, അതാണ് 24.3 അതിൻ്റെ വോൾട്ടേജാണ് നമ്മുടെ പുതിയ LED വോൾട്ടേജാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് കറക്റ്റാണ് ആ വോൾട്ടേജ്. ഓരോന്നും നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്ത സെറ്റ് 24 കറക്റ്റ് 24 വോൾട്ട്, അതാണ് പക്കയാണ്. പിന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. 24 വോൾട്ട് അത് നിൽക്കുന്നു കറക്റ്റ്. പിന്നെ അടുത്ത് നോക്കാം, അത് 23.6 24.1 ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരാം. 24 വോൾട്ടിന് അപ്പുറത്തേക്ക് ദൂരമായിട്ട് ഒന്നും പോകുന്നില്ല. അപ്പോൾ 3 LEDയും പക്കയാണ്. അതിൻ്റെ വോൾട്ടേജും കറണ്ട് റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ വളരെ പക്കയാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഈ സാധനം കയറ്റിയിടാം. പിന്നെ പുതിയ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ സോൾഡറിങ് ഷീൽഡിങ് ഉള്ള ടൈപ്പാണ്. അപ്പോൾ നമുക്കത് ലൂസോ കാര്യങ്ങളൊന്നും വരത്തില്ല. എന്നാലും നമ്മൾ ഇട്ടതിന് ശേഷം നമുക്ക് നോക്കണം, അതായത് ഒരു A, ഒരു B, ഒരു A, അങ്ങനെയാണ് അതിൻ്റെ കറക്റ്റായിട്ട് ആദ്യം A ഇടുക, പിന്നെ നടുക്ക് B വരുന്നുണ്ട്, അതിൻ്റെ ഇപ്പുറം വീണ്ടും A തന്നെയാണ് നമ്പർ വരുന്നത്. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അത് നമ്മൾ 3 LED 3 സ്റ്റെപ്പും നമ്മളിതിൽ കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്ത് കഴിയുമ്പം നമുക്കത് കത്തിക്കണം എന്നുണ്ടെങ്കിൽ സോണിയെ സംബന്ധിച്ച് സോണി ഈ പാനലിൽ നിന്നുള്ള റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ, അതായത് പൾസ് കിട്ടിയില്ലെങ്കിൽ ഇത് ഓണായി നിൽക്കത്തില്ല. ജസ്റ്റ് ഒന്ന് ഓണായി അന്നേരം ഓഫായി പോകും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നൊരു സൂത്രപ്പണി എന്താണെന്ന് ചോദിച്ചാൽ, പുകയ പാനലിൻ്റെ സ്കെയിലർ ബോർഡ് എടുത്തിട്ട് പാനലാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആ സ്കെയിലർ ബോർഡ് പാനൽ കൊടുക്കുന്ന സ്ഥലത്ത് നമ്മൾ കൊടുത്തു വെക്കും. അങ്ങനെ കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് ഓണായി നിന്നോളും. അങ്ങനെയാണ് ഇപ്പോൾ ഇത് ഓണാക്കി നിർത്താൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പോയ പാനലിൻ്റെ സ്കെയിലർ ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. AB
എയും ബിയും എ അതുകൊണ്ട് ഇത് എ. അങ്ങനെ നമ്മൾ അത് കണക്ട് ചെയ്ത് നമുക്കിതിൻ്റെ LED കത്തിക്കിടക്കുമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ മദർ ബോർഡ് എടുത്ത് വെക്കണം, മദർ ബോർഡ് തിരിച്ചെടുത്ത് വെക്കണം. മദർ ബോർഡ് വെച്ചതിന് ശേഷം ആ മദർ ബോർഡിൽ തന്നെ ഈ പോയ പാനലിൻ്റെ സ്കെയിലർ ബോർഡ് എടുത്ത് കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ LED കത്തുന്നുണ്ടോ, ഇപ്പോൾ നമ്മൾ വെച്ച LED കറക്റ്റായിട്ട് കത്തുമോ, അത് എത്ര നേരം കത്തിക്കിടക്കും എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു അരമണിക്കൂറോളം ഇത് കത്തിച്ചിട്ടതിന് ശേഷമാണ് നമ്മളിത് പാക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ കഷ്ടപ്പാടെല്ലാം ചെയ്തിട്ട് പാക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ലൂസോ അല്ലെങ്കിൽ ഇത് കത്താതെയോ എന്ത് സംഭവിക്കാമല്ലോ, ഇലക്ട്രോണിക് സാധനമല്ലേ. അപ്പോൾ ടെസ്റ്റിംഗ് എന്നുള്ളത് ഇലക്ട്രോണിക്സിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ എന്ത് സാധനവും ക്വാളിറ്റി ചെക്ക് ചെയ്യണം, എത്ര നേരം വർക്ക് ചെയ്യും എന്നുള്ളത് നോക്കണം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തായാലും കുഴപ്പമില്ല എന്നുള്ളത് കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുണ്ട് സ്കെയിലർ എടുത്ത് വെക്കുകയാണ്. സ്കെയിലർ നമ്മളിത് കണക്ട് ചെയ്യുക. അതിൻ്റെ സെയിം സ്കെയിലറാണ്, അതിപ്പോൾ സെയിം തന്നെ ആയിരിക്കണം കേട്ടോ. ഏതെങ്കിലും സ്കെയിലർ വെച്ചാൽ പറ്റിയല്ല, ഇപ്പം നിലവിലുള്ള പാനലിൻ്റെ അതേ സ്കെയിലറാണിത്. ഇതുപോലും വ്യത്യാസമില്ല. ആ സ്കെയിലർ തന്നെ നമ്മൾ വെച്ചെങ്കിൽ മാത്രമേ ഇത് ഓണായി നിൽക്കുകയുള്ളൂ. അല്ല 5 ടൈംസ് ബ്ലിങ്കിങ് പ്രൊട്ടക്ഷനിലേക്ക് പോകും, പാനലില്ലാത്ത പോലെ പോകും. അങ്ങനെ പോകാതിരിക്കാനാണ് ഈ സ്കെയിലർ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തത്. ഈ സ്കെയിലർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് നമുക്ക് ഓണാക്കി നോക്കാം. ഓണാക്കി നോക്കിയാൽ ലൈറ്റ് കത്തി കിടക്കും. ലൈറ്റ് സ്ട്രിപ്പ് കത്തി തന്നെ കിടക്കും. അതാണ് ഈ സ്കെയിലർ വെച്ച് നമ്മൾ ഓണാക്കുന്നതുകൊണ്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. LED ബ്രൈറ്റ്നസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് എത്ര നേരം ഓണാക്കി കിടക്കും, എത്ര നേരം വേണമെങ്കിലും നമുക്ക് അങ്ങനെ ഓണാക്കിയിടാം. TV ഓണാക്കി കിടക്കുന്ന പോലെ തന്നെ ഇങ്ങനെ കിടന്നോളും. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇത് ഓണാക്കി കിടക്കത്തില്ല, അന്നേരം കട്ട് ഓഫ് ആയി പോകും ഈ സ്കെയിലർ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സർവീസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പോയ പാനലിൻ്റെ സ്കെയിലർ ബോർഡൊക്കെ എടുത്ത് വെച്ചാൽ ആ ടൈപ്പ് TVകൾ വരുമ്പം നമുക്കിങ്ങനെയുള്ള ടെസ്റ്റിങ്ങുകളൊക്കെ ചെയ്യാനായിട്ട് വളരെ സൗകര്യമായിരിക്കും. അപ്പോൾ അതെല്ലാവരും ഒന്ന് എടുത്ത് വെക്കാൻ ശ്രമിക്കുക. പോയ പാനലല്ലേ, നമുക്കതിൻ്റെ സ്കെയിലർ വേണ്ട എന്ന് വിചാരിക്കരുത്. സ്കെയിലർ ശരിക്കും നമുക്ക് ടെക്നീഷ്യന്മാരെ സംബന്ധിച്ച് എപ്പോഴും ആവശ്യമുള്ള സാധനമാണ്. നാളെ ഇനിയിപ്പോൾ സ്കെയിലറിൽ ഒരു സാധനം പോയാലും അതെടുത്ത് ഇടാനൊക്കെ ആ ഒറിജിനൽ സ്കെയിലർ ഉണ്ടെങ്കിൽ ശരി. ഇപ്പോൾ നമ്മുടെ ലൈറ്റ് കത്തിയിട്ടുണ്ട്, ലൈറ്റ് കത്തി ലൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ പൊക്കിയിട്ട് നോക്കുന്നത്, എന്തെങ്കിലും ലൂസോ എങ്ങോട്ടെങ്കിലും മാറുമ്പോൾ എപ്പോഴെങ്കിലും ഇത് കിടുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇല്ല, കറക്റ്റാണ്, കണക്ഷനെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, അത് ലൂസൊന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സാധനം വർക്ക് ചെയ്യിച്ച് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഇടുകയാണ്. ഇങ്ങനെ ഇട്ടിട്ട് ഇതിന് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലയെന്ന് നമുക്ക് ബോധ്യം വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് പാക്ക് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. എല്ലാ വിധത്തിലുള്ള ഷേക്ക് പ്രൂഫുകളുമാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത് പല പ്രാവശ്യം. വീണ്ടും ഇത്ര നേരം 2 മണിക്കൂർ കഴിഞ്ഞ് ഇത് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും നമ്മളൊന്നുകൂടെ ഷേക്ക് പ്രൂഫ് നോക്കിയതിന് ശേഷം നമ്മളിത് പാക്ക് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. മിക്കവാറും സെറ്റുകളുടെ തന്നെ ആ മെയിൻ സ്ട്രിപ്പും ഒക്കെ ഇങ്ങനെ ഒട്ടിയിരുന്നിട്ട് പാനലിലേക്കുള്ള സ്ട്രിപ്പുകൾ മാറേണ്ടി വരാറുണ്ട്. പിന്നെ ചിലർ ഒത്തിരി നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മെയിൻ മദർ ബോർഡിലെ ICക്ക് കംപ്ലൈൻറ്റ് വരാറുണ്ട്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ എപ്പോഴും വരാറുണ്ട്. ഇതിൻ്റെ സ്ട്രിപ്പ് പ്രശ്നമുണ്ടായിരുന്നു, സ്ട്രിപ്പ് നമ്മൾ പുതിയതെടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വരും. ഇതിപ്പോൾ നമ്മൾ ലോക്കുകളിടുകയാണ്. ഇനിയിപ്പോൾ ലോക്കുകളിടുകയാണ്. സെൻട്രലിൽ 2 ഉണ്ട്, നല്ല ഉയർന്ന് പൊങ്ങി നിൽക്കുന്ന 2 ലോക്കുകളുണ്ട്. അത് ഇത് വളഞ്ഞു വന്ന് ഇതിലേക്ക് മുട്ടായിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലോക്കുകളാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ഇടണം. എല്ലാം കറക്റ്റ് LED യൂസ് ചെയ്താൽ ഈ ലോക്കുകളൊന്നും വീഴാനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. എല്ലാം ഒന്ന് കറക്റ്റായിട്ടൊന്ന് അലൈൻമെൻറ്റ് ചെയ്ത് വെച്ചിട്ട് ഞെക്കി ഇട്ട് കഴിഞ്ഞാൽ മുഴുവൻ വീഴും. കറക്റ്റ് LED അല്ലെങ്കിൽ ഇതൊന്നും വീഴത്തുമില്ല, പാടെ പ്രശ്നങ്ങളാവും. അപ്പോൾ അതുകൊണ്ട് ലോക്കെല്ലാം ഇത് കറക്റ്റ് വീഴും. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പക്ക ഒറിജിനൽ LED തന്നെയാണ്. അതുകൊണ്ട് ആ ലോക്കുകളെല്ലാം വീഴും. ആ ബ്രൈറ്റ്നസ് കണ്ടോ, അതിൻ്റെ ലൈറ്റിൻ്റെ ആ ഒറിജിനൽ ലൈറ്റ് വെട്ടം കണ്ടോ, അത് ആ കത്തി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ബ്രൈറ്റ്നസ് ആണ് അതിന്. ആ ബ്രൈറ്റ്നസ് അനുസരിച്ചാണ് ഈ സെറ്റിൻ്റെ പിക്ചർ ക്വാളിറ്റി വരുന്നത്. ബ്രൈറ്റ്നസ് കുറവാണെങ്കിൽ പിക്ചർ ക്വാളിറ്റി മോശമായിരിക്കും. ഈ LED കത്തുന്നതനുസരിച്ചിരിക്കും രൂപ വരുന്ന അല്ലെങ്കിൽ LCD ഡിസ്പ്ലേ വരുന്ന പടത്തിൻ്റെ ഡെപ്തും ബാക്ക് ലൈറ്റും അതുപോലെ തന്നെ അതിൻ്റെ ബ്ലാക്ക് കളർ
കറക്ഷനും. അല്ലെങ്കിൽ ബ്ലാക്ക് ഒരിക്കലും ഉണ്ടാവില്ല, അത് ഒരു നരച്ച കളറായിരിക്കും. പടങ്ങൾ വരുന്നതെല്ലാം വ്യത്യാസമായിരിക്കും. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് സാധനം. ഇപ്പോൾ നമ്മൾ സോണി പോലെയുള്ളൊരു ബ്രാൻഡ് നമ്മൾ മേടിച്ച് ഉപയോഗിക്കുന്നത് എന്തിനാണ്? അത് നമുക്ക് നല്ല പെർഫെക്റ്റ് പിക്ചർ കിട്ടാനും പെർഫെക്റ്റ് സൗണ്ട് കിട്ടാനും പടം കാണുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഡീറ്റെയിലിങ് കറക്റ്റായിട്ട് കിട്ടാനും അതിലുള്ള എല്ലാ കാര്യങ്ങളും കാണാനും വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ 35,000 രൂപ കൊടുത്ത് സോണിയുടെ 32 LED മേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് സ്വാഭാവികമായിട്ടും 5-6 രൂപ 6 രൂപയ്ക്കൊക്കെ ലോക്കലായിട്ടുള്ള ബ്രാൻഡുകൾ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. അത് മേടിച്ച് ഉപയോഗിച്ചാൽ മതി. സോണി ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അവർ ഏറ്റവും നല്ല വേൾഡിലെ ഏറ്റവും നമ്പർ 1 TV ആണ് സോണി എന്ന് പറയുന്നത്. ഈ നമ്പർ 1 TV നമ്പർ 1 ആയിട്ട് കാണാനും നമ്പർ 2 ആയിട്ട് കാണാനല്ല, നമ്പർ 1 ആയിട്ട് തന്നെ കാണാൻ. അപ്പോൾ അതിൻ്റെ ഒരു പാർട്സ് മാറുമ്പോഴും അതിനകത്ത് വില നോക്കാതെ ഏറ്റവും നല്ല പാർട്സ് ഈ കസ്റ്റമർ പലതും, അതായത് 99.9% കസ്റ്റമറുകളും ഇങ്ങനെയുള്ള ഇത് പറയാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ക്വാളിറ്റിയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കാറുണ്ട്. 1 ഇഞ്ച് പോലും ഞാൻ വിട്ടുകൊടുക്കാറില്ല. ഇന്ന് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ്, അതായത് ഈ ടി വിയെ കിടന്നതിനേക്കാളും ബെസ്റ്റ് LED ആണ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത്. അന്ന് അത്രയും 4-5 വർഷം മുമ്പ് അത്രയും ടെക്നോളജി അഡ്വാൻസ്ഡ് അല്ലായിരുന്നു. ഇന്ന് ടെക്നോളജി അഡ്വാൻസ് ആയപ്പോൾ കുറച്ചുകൂടെ ഫാർ ബെറ്റർ ആയിട്ടുള്ള LED നമുക്ക് കിട്ടി. അത് വില നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വില കുറഞ്ഞ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് മേടിച്ചിട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് റിപ്പയറിംഗ് ആണ്. നമ്മളെ ഒരാൾ വിശ്വസിച്ച് ഒരു സാധനം തരുമ്പോൾ 100% പെർഫെക്റ്റായിട്ട് യാതൊരുവിധ കുറവുകളുമില്ലാതെ അയാൾ നമ്മളെ ഏൽപ്പിച്ച സെറ്റ് എൻ്റെ സെറ്റാണെന്ന് ഞാൻ കരുതിയാണ് ഞാൻ ഓരോ സെറ്റും ഞാൻ സർവീസ് ചെയ്യുന്നത്. ഞാനൊരു 16-ാമത്തെ വയസ്സിൽ TV സർവീസിങ് തുടങ്ങിയതാണ്. ഇപ്പോൾ എനിക്ക് 55 വയസ്സോളമായി. ഇത്രയും വർഷത്തിനിടയിൽ ഓരോ സെറ്റ് ചെയ്യുമ്പോഴും ഇത് എൻ്റെ സെറ്റാണ്, എനിക്ക് കാണേണ്ട സെറ്റാണ്, ഞാനാണ് ഇതിന് പൈസ മുടക്കിയിരിക്കുന്നത് എന്നുള്ള ആ ഒരു 100% ആത്മാർത്ഥതയോടുകൂടിയാണ് ഞാൻ ഈ ഓരോ സെറ്റുകളും ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഏതോ ഒരാളുടെ സെറ്റാണ്, അയാളുടെ സെറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ പണിത് കൊടുത്താൽ മതി, അയാൾക്ക് കുഴപ്പമില്ല, എനിക്ക് പൈസ കിട്ടിയാൽ മതി എന്ന്. ഞാൻ പൈസ എന്ന് പറഞ്ഞ ഭാഗം ഞാൻ രണ്ടാമത് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. എൻ്റെ ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധനങ്ങൾ നന്നാക്കി ഇത് വർക്ക് ചെയ്ത് കാണുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി, ഒരു മനസ്സിനുള്ളൊരു സന്തോഷം, ഇതാണ് ഞാൻ ഈ വർക്കിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ പ്രായമൊക്കെ ആകുമ്പോൾ ഈ പണിയെല്ലാം നിർത്തിയിട്ട് പോകണം. പക്ഷേ എനിക്ക് ആരോഗ്യമുള്ളത്തോളം കാലം ഈ വർക്ക് ചെയ്യണമെന്നുണ്ട്. കാരണം എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് വളരെ നിസ്സാരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഒരു പുതിയൊരു ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ എന്തിനാ, ഇത് ചെയ്യാൻ താല്പര്യമുള്ള പുതിയ പയ്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അവരിത് കണ്ടിട്ട് ഇത് അവർക്ക് ചെയ്യാൻ പറ്റണം. അല്ലാതെ നമുക്ക് കിട്ടിയ അറിവ് മറ്റൊരാൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നത് ഞാൻ 100% സന്തോഷമേ ഉള്ളൂ. ഞാൻ ഒരു നുണ പോലും ഞാൻ യൂട്യൂബിലാണെങ്കിലും ഒരാൾ നേരിട്ട് ചോദിച്ചാലും ഈ സർവീസിൻ്റെ കാര്യത്തിൽ ഒരാളെ മിസ്ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ കാര്യങ്ങൾ വേറൊരാൾ മനസ്സിലാക്കരുതെന്നോ അയാൾക്കത് ഷെയർ ചെയ്യാതെ ഇരുന്ന് ഞാൻ തന്നെ ഇതെല്ലാം നന്നാക്കിയേക്കാമെന്നോ എന്നുള്ള ഒരു ചിന്തയൊന്നും എനിക്കില്ല. എന്നോട് എത്രയോ ടെക്നീഷ്യന്മാർ എന്നെ വിളിച്ച് പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പലയിടത്തും വർക്ക് ചെയ്യുന്ന പിള്ളേർക്ക് ചോദിച്ചാലും ഞാൻ കൃത്യമായ വിവരങ്ങൾ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഇത് ഞാൻ യൂട്യൂബിലിടുവാണെങ്കിൽ ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും ഇതുകൊണ്ട് പ്രയോജനപ്പെടും. ഇതൊരു തകിടാണ്. പാനലിൻ്റെ സ്കെയിലർ ബോർഡിനൊന്നും ഒരു ഇത് വരാതിരിക്കാൻ ഇപ്പം ചിലരൊക്കെ ഇട്ട് തുടയ്ക്കും. ഈ നനഞ്ഞ തുണിയൊക്കെ ഇട്ട് തുടച്ചിട്ട് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലും അത് അടിയിലേക്ക് പാനലിൻ്റെ സ്കെയിലറിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രൊട്ടക്ഷനും പാനൽ തുറന്നു വരാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷനും കൂടി ആയിട്ടുള്ള ഒരു മെറ്റൽ തകിടാണ്. അത് നമ്മൾ മസ്റ്റായിട്ട് വിടണം, പാനലിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ഇത് വേണ്ടിയിട്ടുമാണ്. ബാക്കി ഇത് മുഴുവൻ ലോക്ക് സിസ്റ്റമാണ്, കംപ്ലീറ്റ് ലോക്കേ ഉള്ളൂ. ഈ ലോക്കുകൾ അതും കറക്റ്റായിട്ട് വെച്ച് ഒരേ ലെവലിൽ വെച്ചതിന് ശേഷം വേണം ഈ ലോക്കുകൾ ഇടാൻ. അങ്ങനെ ലോക്കുകൾ ഇട്ടെങ്കിൽ സെറ്റ് പെർഫെക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. ഒരു സ്ക്രൂ പോലും ഇല്ലെന്ന് ഓർത്തോണം. ആ പ്ലാസ്റ്റിക് പോയി വീഴുന്ന ആ ഒരൊറ്റ ഇതിലാണ് ആ പാനൽ തന്നെ അവിടെ കിടക്കുന്നത്. പാനലിന് വേറെ ലോക്കുകളോ ഒട്ടിയിലോ ഒന്നുമില്ല, വേറെ യാതൊരു സംഗതിയും ചെയ്തിട്ടില്ല. അതിനകത്താണ് അത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും വില കൊടുത്ത് മേടിച്ച് സെറ്റായതുകൊണ്ട് അതിൻ്റെ ലോക്കുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വീണം എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താം. ഇതുകൊണ്ട് ഈ സൈഡിലത്തെ ലോക്ക് ഒരു ഇച്ചിരി വീഴാൻ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മളിത് ഓപ്പൺ ചെറുതായിട്ടിത് മാറ്റിയിട്ട് വേണം ഈ സാധനം വീഴാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടമാനം ബലം പിടിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ബലം പിടിച്ച പാനൽ പൊട്ടും. പാനൽ വെറുതെ അതിനകത്ത് ഇരിക്കുക എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്.
കണ്ടമാനം സെറ്റുകൾ അഴിക്കാൻ നോക്കി പാനൽ പൊട്ടിച്ച് ടെക്നീഷ്യന്മാർ പൊട്ടിച്ചതും നാട്ടുകാർ പൊട്ടിച്ചതും ആയിട്ട് ഇഷ്ടംപോലെ സെറ്റുകൾ വരാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ നമുക്കൊരു പ്രയാസമാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ആർക്കും ഇല്ലെന്നായിപ്പോയി. കാരണം നിസ്സാരമായിട്ട് ചെയ്ത് തീർക്കാവുന്ന ഒരു വർക്ക് അറിയത്തില്ലാതെ കയറി അഴിച്ച് വെറുതെ പൊട്ടിച്ച് കളഞ്ഞ്. കഴിഞ്ഞ ദിവസം ഒരാൾ പാനൽ ഇതുമെല്ലാം ഊരി കൈ പിടിച്ചുകൊണ്ട് വന്നു. യൂട്യൂബിൽ കണ്ടിട്ട് ഞങ്ങൾ അഴിച്ചെടുത്തതാന്ന് പറഞ്ഞു. യൂട്യൂബിൽ കണ്ടു എന്നോർത്ത് നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കാം. അപ്പോൾ യൂട്യൂബിൽ ഇത് കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് ഒരു സപ്പോർട്ടും കൂടെ. ഇപ്പോൾ ഈ മോഡൽ ടി വി ചെയ്തിട്ടുള്ള ഇതിൻ്റെ ബോർഡ് എങ്ങനെയായിരിക്കുന്നത്, ഇതിൻ്റെ പാനൽ എങ്ങനെയായിരിക്കുന്നത് എന്നൊക്കെ ഒരു ടെക്നീഷ്യനെ റെഫർ ചെയ്തിട്ട് ഒരു തെറ്റുകുറ്റങ്ങളില്ലാതെ രീതി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അല്ലാതെ സാധാരണ ഈ കസ്റ്റമർ തന്നെ അല്ലെങ്കിൽ നാട്ടുകാർ തന്നെ ഇതഴിച്ച് ചെയ്യാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ടെക്നിക്കൽ കഴിവുള്ള ഒരു ഇലക്ട്രോണിക്സ് പഠിച്ച ഒരാളെ സംബന്ധിച്ച് അയാൾക്കൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ഇതിൽ മാത്രമേ ഉള്ളൂ. അയാൾ ചെയ്യുന്നത് ശരിയാണ്, അയാൾക്കറിയായിരിക്കും. എന്നെക്കാളും അറിയാവുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്നെക്കാളും അറിയാവുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു അറിവ് എൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതിൽ ഞാൻ കൃതാർത്ഥനാണ്. അത് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇപ്പം സ്പീക്കറിൽ ഉള്ള സ്ക്രൂ എല്ലാം കൂടെ പിടിച്ചു പോയിട്ടുണ്ട്. സ്ക്രൂ മാഗ്നറ്റാണല്ലോ, സ്പീക്കർ മാഗ്നറ്റാണ്. പിന്നെ LED TV ക്ക് ഡിമാഗ്നറ്റൈസ് ചെയ്യുന്ന പരിപാടി ഇല്ല. പഴയ പിക്ചർ ട്യൂബ് ടി വിക്ക് മാഗ്നറ്റിനൊരു കവർ ഇട്ടിട്ട് മാഗ്നറ്റിൻ്റെ സ്വഭാവം പുറത്തേക്ക് വരാത്ത രീതിയിൽ ചെയ്യുമായിരുന്നു. LED അതിൻ്റെ ആവശ്യമില്ല. മറ്റേതെന്തിനാ അങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ. അത് എപ്പോഴും നമുക്ക് ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായിട്ട് ബന്ധപ്പെട്ട ഡീകോസിങ് പ്രോബ്ലംസ് ഉണ്ടാകാതിരിക്കാനും ട്യൂബിലെ കളർ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ വർക്ക് തീർന്ന എല്ലാ സ്ക്രൂകളും നമ്മൾ ഇടുവാണ്. അതിന് വാച്ച് ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ.
സെറ്റ് നമ്മൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓണാക്കി നോക്കാം പിക്ചറും എല്ലാം കിട്ടുമെന്ന്. നമ്മളൊരു പെൻ ഡ്രൈവ് കുത്തി അതിൻ്റെ വീഡിയോസ് എന്തെങ്കിലും വരുമെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് പിന്നെ ചാനലുകളും കൊടുത്ത് നോക്കാം. അപ്പം ഇത് നമ്മൾ ഇതുകൊണ്ട് അതിൻ്റെ ഫോട്ടോസ് സെറ്റ് ഓണായി ഡിസ്പ്ലേ വന്നതിൻ്റെ ഫോട്ടോസ് ഉണ്ട് ഇതിനകത്ത്. ആ ഫോട്ടോസ് നമുക്ക് ഇട്ട് നോക്കാൻ പറ്റും. അങ്ങനെയുള്ള ടെസ്റ്റിങ്ങുകളൊക്കെ നമുക്ക് നടത്തി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കി സ്ക്രൂവും കൂടെ ഇട്ട് നമുക്കിത് പോകാം. അതാണ് അതിൻ്റെ ഫോട്ടോസ്. ഇതിലുള്ള ഫോട്ടോസ് പടത്തിനൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. അപ്പോൾ സെറ്റിങ്സൊക്കെ നോക്കാം. പിന്നെ ഇത് റീസെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്, അത് ടെക്നീഷ്യന്മാർക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇത് എററും കാര്യങ്ങളൊക്കെ വന്ന സെറ്റായതുകൊണ്ട് അതിൻ്റെ ഫംഗ്ഷനിലൊക്കെ അത് ബാധിക്കുകയും ഫംഗ്ഷൻ കൃത്യമായിട്ടില്ല ഫംഗ്ഷൻ കിട്ടാതെ വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് റീസെറ്റ് ചെയ്യണം, ഫാക്ടറി റീസെറ്റ് ചെയ്യണം, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുള്ള LED ടിവികൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് മസ്റ്റാണ്. അതൊക്കെ ചെയ്യാത്തതുകൊണ്ടാണ് പിന്നെയും കംപ്ലയിൻറ്റ് റിപ്പീറ്റ് ആകുകയും ഓവർ ഹീറ്റ് വരികയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അത് വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അത് ഓൺലൈനിൽ കിടപ്പുണ്ട് ഇതിൻ്റെയൊക്കെ സോഫ്റ്റ്വെയറും കാര്യങ്ങളും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്, ഡൗൺലോഡ് ചെയ്തെടുത്ത് വെക്കണം. ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്, ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ സെറ്റ് ഓൾറെഡി ഓക്കെ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ വീഡിയോയും ഓഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ബാക്കി എല്ലാ ഫങ്ഷൻസും ഉണ്ടോ എന്ന് നോക്കുകയാണ്. അതെല്ലാം നമ്മൾ നോക്കിയതിന് ശേഷം പെൻ ഡ്രൈവ് കുത്തി നോക്കുകയാണ്. അതിന് ശേഷം നമുക്ക് കേബിളും കൂടെ കണക്ട് ചെയ്ത് നോക്കിയിട്ട് സെറ്റിൻ്റെ വർക്ക് നമുക്ക് അവിടെ തീർക്കാൻ പറ്റും.